രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു വിശേഷമാണ് കേട്ടോ. ഇന്ന് വീട്ടിൽ അമ്മയൊന്നുമില്ല, ഞാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇത് ഈ ഒരു കപ്പിൽ ഞാൻ എന്നും ഡെയിലി രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കും. അത് കുടിച്ച് കഴിഞ്ഞാൽ ഒന്നൊരു എനർജി വരുന്ന പോലെ തോന്നും. പിന്നെ ഇതാ കിച്ചണിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏട്ടനുണ്ടായിരുന്നു. പിട്ടൊക്കെ ഉണ്ടാക്കി. എളുപ്പം അതാണല്ലോ, പിട്ടും പഴം പുഴുങ്ങിയതും പപ്പടും. പിന്നെ പിട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ വൈനുവിന് കൊടുത്തു. ഇത് ഫുള്ളൊന്നും അവൻ കഴിക്കില്ല കേട്ടോ, അവൻ കുറേയൊക്കെ കളയും, ബാക്കി വയ്ക്കും. ഇതിൻ്റെ ഒരു കാൽഭാഗം കഴിച്ചാലായി, ബാക്കി ഞാനാണ് പിന്നെ കഴിക്കുക. അങ്ങനെ അവൻ കഴിച്ചതിൻ്റെ ബാക്കിയും എടുത്ത് ഞാൻ കഴിച്ചു. എനിക്ക് പിട്ടും പഴവും പപ്പടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, പുഴുങ്ങിയത് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ അതാ രാവിലെ മരുന്ന് കഴിക്കാണ്ടായിരുന്നു, അത് കഴിക്കാനിരുന്നു. ഇപ്പോൾ എനിക്ക് മരുന്നൊക്കെ തരുന്ന ആൾ വൈനുവാണ് കേട്ടോ. ഞാൻ എപ്പോൾ മരുന്ന് കഴിക്കുന്നപ്പോൾ ഞാൻ കഴിക്കുന്ന ടൈമൊക്കെ അവനറിയാം. അപ്പോൾ ഞാൻ മറന്നാലും എന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ വൈന് വന്നിട്ട് അപ്പം മരുന്ന് കഴിച്ചോ എന്ന് വെച്ചിട്ട് അവനാണ് എനിക്ക് മരുന്നൊക്കെ എടുത്ത് തരാം. പിന്നെ ഒരു 11 മണിയായി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇതേ ഒരു ഗ്ലാസ് പാൽ കുടിക്കും. പാലും കഴിക്കും, പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കും. ഇന്നിപ്പോൾ കുക്കുമ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ നീ ആയിട്ട് ഓഫീസിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു, നമ്മയൊന്നും ഇല്ലാത്ത കാരണമായിട്ട് കുറച്ച് നേരത്തെ വന്നു. പിന്നെ ഞാൻ വൈനുവിനെ എണ്ണയൊക്കെ തേച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറച്ച് ടാസ്ക് ആയിരുന്നു. അവനെ കുളിപ്പിക്കൽ, അവൻ്റെ കാര്യം നോക്കലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് ഉള്ളത്. പിന്നെ ഏട്ടൻ വന്നപ്പോൾ പിന്നെ കുറച്ച് നേരം അവനെ ഏട്ടൻ നോക്കി. പിന്നെ എന്താ ചോറ് വെക്കാൻ ഉണ്ടായിരുന്നില്ല, ഇന്നലത്തെ ചോറ് ബാക്കി ഉണ്ടായിരുന്നു. എനിക്ക് വൈനുവിന് മാത്രമാണ് വെക്കാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ വെക്കാമല്ലോ, എളുപ്പത്തിൽ അതല്ലേ നല്ലത്. അങ്ങനെ ഞങ്ങൾ കുക്കറിൽ അരിയിട്ടു. വേഗം പണികൾ കഴിഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒറ്റയ്ക്ക് കിച്ചണിൽ വർക്ക് ചെയ്യണം. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മളിഷ്ടത്തിന് നമ്മളെ സമയമെടുത്ത് നമ്മളെ രീതിയിൽ ചെയ്യാമെന്ന് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതാ ഇന്ന് പിന്നെ എൻ്റെ ഇഷ്ടത്തിന് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം എന്തെങ്കിലും ചെയ്യും, പിന്നെ എനിക്ക് ഭയങ്കര കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കും, പിന്നെ ഒന്ന് വന്ന് ചെയ്യും, പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ കഴിയാൻ ഒരു ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിയാൻ. പിന്നെ ഞാൻ രസം ഉണ്ടാക്കി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്ക് കഴിക്കാൻ തോന്നിയ രീതിയിൽ ഞാൻ എന്തൊക്കെയോ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക ചെയ്തത്. ഞാൻ രസം കോവയ്ക്ക കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഇവർക്ക് മീൻകറി മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ തന്നെയായിരുന്നു കേട്ടോ. ചോറ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ശേഷം നാരങ്ങ ഉണ്ടായിരുന്നു, അതിൽ ഉപ്പും മുളക് ഇട്ട് കഴിച്ചു. പിന്നെയും ഒരു പഴം കഴിച്ചു. എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് വല്ലാത്ത വിശപ്പ്, എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വിശപ്പ് മാറിയിട്ട്